നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒല്ലൂർ ചിയാരത്ത് 5.5 ഗ്രാം MDMA-യുമായി റിട്ടയർഡ് SP-യുടെ മകനും കൂട്ടാളിയും പിടിയിൽ. റിട്ടയർഡ് SP ഉണ്ണിരാജയുടെ മകൻ ചിയാരം സ്വദേശി അഭിജിത്ത്, സുഹൃത്ത് വിയൂർ സ്വദേശി റോജർ വി ദേവസി എന്നിവരെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ചെറുതുരുത്തിയിൽ കുടുംബമായി സ്കൂട്ടറിൽ പോകവെ നിയന്ത്രണം തെറ്റിവന്ന ലോറി ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. വരവൂർ തോട്ടിമുച്ചിക്കൽ വീട്ടിൽ അബ്ദുൾ മുത്തലിബിന്റെ ഭാര്യ 50 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും മകൾക്കും പരിക്കേറ്റു. ഗുരുവായൂർ കിഴക്കേനടയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അമ്മയും മകനും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ ഗുരുവായൂർ സ്വദേശിനി കല്ലൂർ വീട്ടിൽ ജിഷ, മകൻ അൻഷി എന്നിവർക്കാണ് പരിക്കേറ്റത്. ചെറുതുരുത്തിയിലെ പച്ചക്കറി വ്യാപാര സ്ഥാപനങ്ങളിൽ സപ്ലൈ ഉദ്യോഗസ്ഥർ മിന്നൽ പരിശോധന നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ വില വിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച കടകൾക്ക് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചു. 59,472 ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഈ മാസം 31 വരെ പെൻഷൻ വിതരണം തുടരും. ചാവക്കാട് ബ്ലാങ്ങാട് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്ന കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കർണാടക സ്വദേശികളായ പ്രസാദ്, ഫയാസ്, അഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇടപെട്ട ആളെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചൂർ സ്വദേശി ചിന്മയ്, തളിക്കുളം പത്താങ്കല് സ്വദേശി സഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. ചാവക്കാട് കോടതിയുടെ പുതിയ കെട്ടിട സമുച്ചയം പ്രവർത്തനം ആരംഭിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. എങ്കക്കാട് P. കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA പതാക ഉയർത്തി. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം നഗരസഭ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ പുഷ്പ ജോൺ ആദരിച്ചു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവസ്വം വകുപ്പിന്റെ ദേവാരണ്യം പദ്ധതിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് വൃക്ഷത്തൈകൾ നട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആദ്യ ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. CPI വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P. കൃഷ്ണപിള്ള ദിനം ആചരിച്ചു. കരിവന്തലയിൽ നടന്ന അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ താമരയൂർ LGL റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് മനീഷ് മലയാറ്റൂർ, സെക്രട്ടറി അമൃത വിജിത്ത്, ട്രഷറർ P. വേണുഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ എല്ലാ അംഗങ്ങൾക്കും ഓണസമ്മാനം വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി നോർത്ത് മഹലിൽ നബി ദിനാഘോഷത്തിന് കൊടിയേറി. സയ്യിദ് ഹുസൈൻ, ജമുലൈലി ചേളാരി കാർമ്മികത്വം വഹിച്ചു. കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓണാഘോഷം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലമല പൂതനക്കരയിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. MLA UR പ്രദീപ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറെ അനുമോദിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന CBSE ക്ലസ്റ്റർ 10ാമത് കൊക്കോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് മികച്ച നേട്ടം. അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനവും അണ്ടർ 19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനവുമാണ് കരസ്ഥമാക്കിയത്.
പട്ടികജാതി ഫണ്ട് വകമാറ്റി ചെലവാക്കുന്നത് അവസാനിപ്പിക്കുക, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉള്ള ലംസം ഗ്രാന്റ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പട്ടിക മോർച്ച തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ധർണ ഉദ്ഘാടനം ചെയ്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം വിയ്യൂർ ദേശം കുടുംബ സംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. MLA രാജൻ ജെ പലൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.